വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാമൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാകാറ്, ചിലപ്പോൾ മോശമായ അനുഭവങ്ങളും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കൊക്കെ ചില ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ബസ്സിലൊക്കെ ഉണ്ടാവാറുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുന്നവരൊക്കെ പലരും പല വിധത്തിലുള്ള കാര്യത്തിലും ഏർപ്പെട്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. ചില ആളുകൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഇത് ഞാൻ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് എന്നുള്ള ബോധം പോലുമില്ല. ഒരു യാത്രികൻ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞ് ബസ്സിലിങ്ങനെ യാത്ര ചെയ്യുകയാണ്. ബസ് മുന്നോട്ട് പോകുമ്പോൾ രണ്ടാളുകൾ ബസ്സിൽ കയറുന്നു. ഒരു കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും ആ പെൺകുട്ടിയെ കൂടെ ഒരു യുവാവും. ആരുമില്ലാത്ത ബസ്സിൽ വലിയ തിരക്കൊന്നുമില്ലാത്തത് കൊണ്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയി അവർ മുമ്പത്തെ സീറ്റിൽ പോയി ആ രണ്ട് പേരിരിക്കുന്നു. ഇരുന്ന ഉടനെ ഇങ്ങനെ വാതുരാതെ ഇങ്ങനെ സംസാരങ്ങൾ ഒരുപാട് വിഷയങ്ങൾ സംസാരത്തിൻ്റെ അതിർവിട്ട്, കാരണം ഈ സംസാരിക്കുമ്പോൾ കാര്യമാക്കില്ല, കാരണം അവർ ആരോ സുഹൃത്തുക്കളായിരിക്കുമെന്നാണ്. പിന്നെ അതിർവിട്ട് പിന്നെ അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് അവരുടെ നീക്കങ്ങളും അവരുടെ ആക്ഷനുകളും പല രീതിയിലായി. അതൊക്കെ കാണാനും കണ്ടു നിന്ന് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാക്കി. എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. പലരും നോക്കി നിൽക്കുന്നല്ലാതെ അതിനെതിരെ പ്രതികരിക്കാൻ ആരും പോകുന്നില്ല. ആ സമയത്ത് ആ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഈ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് വരുന്ന ഈ ചെറുപ്പക്കാരനൊക്കെ എന്ത് ചെയ്യണമെന്നറിയുന്നില്ല. ചില ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖം തിരിക്കുന്നു, കാരണം നോക്കാൻ പറ്റാത്ത അത്രയ്ക്കും വളരെ മോശമായ പെരുമാറ്റമാണ് അവരുണ്ടാകുന്നത്. കാരണം അവരുടെ സ്വയം ബോധം നഷ്ടപ്പെട്ട രീതിയിലാണ് ആ പെരുമാറ്റങ്ങൾ. ആ സമയത്താണ് ഇവൻ ഒരു പേപ്പർ എടുത്ത് അതിൽ ചില കുറിപ്പുകൾ എഴുതി നേരെ അവരെ അരികിൽ പോയി അതവരെ കയ്യിൽ ആ പെൺകുട്ടിയുടെ കയ്യിൽ കൊടുത്ത് ഇവൻ തിരിച്ചു വന്നു. അവൾ പെട്ടെന്ന് ഇത് കിട്ടിയ ഉടനെ അതിങ്ങനെ തുറന്നു നോക്കിയപ്പോഴേക്കും പെട്ടെന്ന് ഷോക്ക്. ആ പെൺകുട്ടി പിന്നെ ആ പെൺകുട്ടി അവനക്ക് മറ്റേ ആ സുഹൃത്തിനും കൈമാറി. അവർ രണ്ടാളും നോക്കിയവർക്ക് വല്ലാത്ത ലജ്ജ തോന്നുകയും അവർ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി മറ്റുള്ളവർക്ക് യാത്ര സുഖകരമായി മുന്നോട്ട് പോകാൻ അവസരം ആ ചെറുപ്പക്കാരനൊരുക്കി. അതിൽ എഴുതിയിരുന്നത് ഇത് ബസ്സാണ്, ഇത് ലോഡ്ജ് മുറികളല്ല എന്നുള്ളൊരു കുറിപ്പായിരുന്നു. കാരണം വളരെ മാന്യമായവർക്കുള്ള ആ പ്രശ്നങ്ങളെ പരിഹരിച്ച ഒരു അനുഭവമാണ് ആ ചെറുപ്പക്കാരൻ്റെ അനുഭവം. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് വല്ലാത്തൊരു അവസ്ഥ എന്ന് പറയുന്നത്, ബസ്സാണോ ഇത് പബ്ലിക്കിലാണോ ഞാനുള്ളത് എന്ന് പോലും, കാരണം ഫർദ ധരിച്ചും പല സഹോദരിമാർ ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ പല ഇടങ്ങളിലൊക്കെ കാണാറുണ്ട്. കാരണം അവസാനം കാലഘട്ടമാകുമ്പോൾ റോഡിൽ പോലും വ്യഭിചരിക്കുന്ന ഒരു അവസ്ഥയിലേക്കും എത്തും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പെൺകുട്ടികളെല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.